വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളൊരു ചെറിയ ആശയങ്ങൾ വെക്കാൻ കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നതാണ്. ഈ യെല്ലോ കളർ ചുരിദാറിട്ടേക്കുന്ന ആളെ കണ്ടു അതാണ് നമ്മുടെ ഫിലിം സ്റ്റാറില്ലേ ഷീലു ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ ദുബായിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഷീലു എന്ന് പറയുന്ന സിനിമാ നടിയും പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡും മക്കളുമൊക്കെ എമിഗ്രേഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇതേണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൾറെഡി ലാപ്ടോപ്പും കാര്യങ്ങളും ഹെഡ്സെറ്റും ഒക്കെ വെച്ച് സെറ്റായി. ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. ഇച്ചുവും ഹെലമോളും ഹെയ്ഡാപ്പിയും കൂടെ ആ ഒരു ഫസ്റ്റ് റോയിലാണ് ഇരുന്നത്. ഞാൻ ഹേവലൂട്ടിന് ഇപ്പുറത്തെ സൈഡിലത്തെ ഒരു സീറ്റിലാണ് കേട്ടോ ഇരുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസായിട്ട് അതായത് ഹെലമോളും ഹെയ്ഡാപ്പിയും ഹേവലൂട്ടിനും ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ മനോജ് കേച്ചേൻ്റെ വൈഫും അതുപോലെ തന്നെ അവരുടെ മോനും ഇരുന്നത് കേട്ടോ. ദേ ഈ കാണുന്നതാണ് കേട്ടോ അവർ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവർ വീഡിയോ എടുക്കുന്ന കൂടെ തന്നെ എനിക്ക് ഇവരുടെ ഒരു ഇതും കൂടെ കിട്ടിയതാണ് കേട്ടോ. ഇവർ UK മറ്റോ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പം എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അവരും ഉണ്ടായിരുന്നത്. ഈ ഫ്രണ്ട് നിൽക്കുന്നത് ക്യാബിൻ ക്രൂ ആണ്, അതായത് അവിടുത്തെ എയർ ഹോസ്റ്റസ് ആണ് എമിറേറ്റ്സിലെ. അപ്പോൾ പുള്ളിക്കാർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം എല്ലാവരും അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞങ്ങൾക്ക് എന്താ പറയുന്നത് നല്ല മെമ്മറബിളായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇതേണ്ടേ വേറൊരു ഫ്ലൈറ്റ് കിടക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വിൻഡോയിലൂടെ കാണുന്നതാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലൊരു ഫ്ലൈറ്റ് കിടക്കുന്നത്. അപ്പം ഹേവലൂട്ടൻ ഓൾറെഡി ഉറങ്ങാനായിട്ടൊക്കെയുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു അവന്. ഇത് ഞങ്ങൾക്ക് ഡേ ടൈം ആയിരുന്നു കേട്ടോ അന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവന് ആ ഒരു ടൈം അവൻ്റെ ഉറക്കത്തിൻ്റെ സമയമായിരുന്നതുകൊണ്ട് തന്നെ അവൻ പീസ്ഫുള്ളി ഉറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ജസ്റ്റ് ബിസിനസ് ക്ലാസ്സിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർ അവർ മോസ്റ്റ്ലി അവിടെയാണ് സീറ്റ്സ് അറേഞ്ച് ചെയ്യുക. കാരണം നമുക്കൊരു ചെറിയ ബസ് നെറ്റ്സും കാര്യങ്ങളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്യും. ഇതാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ റൺവേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. റൺവേയിലൂടെ മെല്ലെ ഓടി തുടങ്ങുന്നതാണ് കാണുന്നത്. അപ്പോൾ ഹെയ്ഡാപ്പി ഹെലമോളും ഒക്കെ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പം ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നുള്ളതായിട്ട് കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ ഇത് റൺവേയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്, പിള്ളേർ ഹെഡ്സെറ്റൊക്കെ വെച്ച് സെറ്റായി. പക്ഷെ നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് നമ്മൾ ഹെഡ്സെറ്റും തന്നിരിക്കുന്ന എന്താ പറയുക നമ്മുടെ ആ സിസ്റ്റമൊക്കെ നമ്മൾ താഴേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കണം. അത് നമ്മളോട് വന്നിട്ട് എയർ ഹോസ്റ്റസ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരും. എന്താ പറയുക നമ്മൾ സീറ്റ് ബെൽറ്റ് പ്രോപ്പറായിട്ട് ഇടണം, അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യണമെന്നുള്ളത്, അതായത് നമ്മുടെ കയ്യിലുള്ള ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അവരതൊക്കെ തരും. അപ്പോൾ ഇതാണ്ട് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്ന ഫ്ലൈറ്റ്. ഇപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അത് ടേക്ക് ഓഫ് ചെയ്തു. നമുക്ക് ചെറുതായിട്ട് നമ്മുടെ താഴെയുള്ള ഗ്രീൻ കളറിലെ അതായത് നമ്മുടെ ഗ്രീനറീസും കാര്യങ്ങളും ചെറിയ ഹൗസും കാര്യങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയൊക്കെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ടും ഈ ഒരു കാര്യം ഷൂട്ട് ചെയ്തത്. പിന്നെ ആസ് യൂഷ്വൽ എമിറേറ്റ്സ് സൂപ്പർ ഫ്ലൈറ്റാണ്. അതിനകത്തെ ഫുഡ് ആയിക്കോട്ടെ, അതിനകത്തെ എന്ത് സർവീസും നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മളെ അവർ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കുന്നതാണ്. പിന്നെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് പറയാം. അവർ നമ്മളെ എന്തിനും അസിസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം, എന്താ പറയുന്നത്, ഒരു ടീം ഓഫ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ആകാശത്താണിപ്പം. എൻ്റെ കുട്ടികളൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതിന് മുന്നേക്ക് വരുന്ന സമയത്ത് നമ്മൾ നൈറ്റ് ഫ്ലൈറ്റ്സുകൾ ഇങ്ങനെ പ്രിഫർ ചെയ്യായിരുന്നു കുട്ടികൾക്ക് ഉറങ്ങാനായിട്ടൊക്കെ ഉള്ള സൗകര്യത്തിന്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊരു ജസ്റ്റ് ഫോർ എ ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് നമ്മൾ ഡേ ടൈമിലത്തേക്കാക്കി. മോർണിംഗ് 10:30 നമുക്ക് അവിടുന്ന് ഫ്ലൈറ്റ്. സോ കുട്ടികൾക്ക് എന്താ പറയുന്നത്, അവരുടെ ആ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അവർ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹെയ്ഡാപ്പി ആണെങ്കിലും ഹെലമോളാണെങ്കിലും ഭയങ്കര എന്താ പറയുന്നത്, ഈ ഒരു ട്രാവൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ച് അവർ നൈറ്റ് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ മോസ്റ്റ്ലി നമ്മൾ എടുക്കുന്ന ഫ്ലൈറ്റുകൾ നൈറ്റ് ടൈം ആയിരിക്കും. എല്ലാവർക്കും ഉറങ്ങി ഫ്രഷായി അവിടെ എത്താം, അല്ലെങ്കിൽ തിരിച്ചിങ്ങടേക്കാണെങ്കിൽ ഫ്രഷപ്പായി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നൈറ്റ് ഫ്ലൈറ്റ്സ് എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഡേ ടൈം എടുത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.
ഫുഡെല്ലാം കഴിഞ്ഞു. ഇതുണ്ട് ഹെയ്ഡാപ്പിയുടെ കയ്യിലിരിക്കുന്ന ഒരു ബുക്ക് കണ്ടോ, ഈ ബുക്കും ക്രയോൺസും എല്ലാം എമിറേറ്റ്സിലെ സ്റ്റാഫുകൾ കുട്ടികൾക്കായിട്ട് കൊടുത്താണ്. ഹേബലൂട്ടന് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ക്രയോൺസും ബുക്സും അല്ലായിരുന്നു, അവന് ഒരു സ്മോൾ ഒരു സോഫ്റ്റ് ടോയ് ആണ് കേട്ടോ ഹേബലൂട്ടന് കിട്ടിയത്. ഹെയ്ഡാപ്പിയും ഹെലമുക്കും ബുക്കാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ UAEയിൽ എത്തുന്നതാണ് കേട്ടോ കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മുഴുവൻ മരുഭൂമികളാണ്. മുമ്പേ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കയറുമ്പോൾ പച്ചപ്പും ഹരിതാപവും കണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മണ്ണാണ്. നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കാണുന്നത്. ഇതിനിടപടി നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബിൽഡിങ്സൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം പറക്കുന്ന സ്ഥലത്തൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തെന്ന് പറയുന്നത് പ്യുവർ ഡെസേർട്ടാണ്. ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ എന്നൊരു അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് നമ്മൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറച്ചൊരു സൂം ചെയ്ത സമയത്ത് അത് ഫ്രെയിമിൽ നിന്ന് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഹോപ്പ് യു ക്യാൻ സീ ദ വീഡിയോ. എന്താ പറയുന്നത്, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും താഴേക്ക് വരുന്ന സമയത്ത്, ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ അവിടെയുള്ള കുറച്ച് വെഹിക്കിൾസുകളും എല്ലാം നമുക്ക് നല്ലതുപോലെ വിസിബിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് കേട്ടോ UAEയിലേക്ക് ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. കണ്ടോ, നമ്മുടെ മെയിൻ റോഡുകളൊക്കെയാണ് കാണുന്നത്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഹെയ്ഡാപ്പിക്ക് ചെവി അടച്ചിട്ട് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അവന് നല്ല വേദനയായിരുന്നു. ആ സമയത്ത് ഫ്ലൈറ്റിലുള്ള കുഞ്ഞു കുട്ടികളൊക്കെ നല്ലതുപോലെ കരയുന്നുണ്ടായിരുന്നു. ദാ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡായി. റൺവേയിലൂടെ ഓടുന്ന കാണുന്നത്. ഹെയ്ഡാപ്പി കുറച്ചൊരു ഓക്കെ ആയി, കാരണം വെച്ചാൽ ഒന്ന് ലാൻഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെയ്ഡാപ്പിക്ക് അത്യാവശ്യം ഒരു സന്തോഷമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാമല്ലോ, ഇറങ്ങിയതിന് ശേഷം വേദനയൊക്കെ അങ്ങ് മാറുമല്ലോ എന്നൊക്കെ ഒരു ആശ്വാസത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതാ നമ്മളിപ്പോൾ റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതാണ്ട് വേറെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകളൊക്കെ സൈഡിൽ കിടക്കുന്നത് കണ്ടോ. ഇതാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ. നമ്മളിതുവഴിയൊക്കെ കയറിയിട്ട് വേണം നമ്മളിനി അവിടേക്ക് എത്താൻ, ഇമിഗ്രേഷനിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ സൈഡുകളിലൊക്കെ ഇതാണ്ട് കുറേ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകൾ പല പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത് പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് UAEയിലെത്തി. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിട്ടത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് കേട്ടോ എന്നെ ഓരോ പുതിയ പുതിയ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, വേറെ കുറേ ഫ്ലൈറ്റ്സുകൾ സൈഡിൽ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതിപ്പം ഈ കിടക്കുന്നത് വേറൊരു ഫ്ലൈറ്റാണ്. എവിടേക്ക് പോകുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ കുറേ ഫ്ലൈറ്റുകൾ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മുടെ ഫ്ലൈറ്റ് നിന്നിട്ടില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എമിറേറ്റ്സിൻ്റെ തന്നെ വേറൊരു ഫ്ലൈറ്റാണ് കിടക്കുന്നത്.
ഇപ്പോഴും നമ്മുടെ ഫ്ലൈറ്റ് പ്രോപ്പറായിട്ട് നിന്നിട്ടില്ല കേട്ടോ, ടൈം എടുക്കും. വേറൊരു വലിയ ഫ്ലൈറ്റ് കിടക്കുന്നു. അപ്പം എന്താ പറയുന്നത്, നമ്മുടെയൊക്കെ നാട്ടിൽ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള എമിറേറ്റ്സിൻ്റെ വേറെ വേറെ ഫ്ലൈറ്റുകൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇതാ എൻ്റെ ബാഗേജിൻ്റെ അടുത്തോടെ നടക്കുവാണ്. ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ, ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ചില്ലേ. നമ്മൾ മെട്രോയ്ക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മളിങ്ങനെ മെട്രോയ്ക്കകത്ത് കയറി എൻ്റെ മെട്രോ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ മെട്രോ ട്രെയിനിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുവഴി കയറിയിട്ട് വേണം നമ്മൾ നമ്മുടെ ബാഗേജും എമിഗ്രേഷനും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? മെട്രോ മൂവ് ആകുന്നതാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ അവിടേക്ക് പോകുന്നതാണ് കാണുന്നത്. എൻ്റെ ഹൈഡാപ്പി ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് മുന്നിലേക്ക് നോക്കി നിൽക്കുന്ന കാണുന്നത്. ഇതിലിരിക്കാനൊക്കെ സീറ്റ്സ് ഉണ്ട്, പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും തന്നെ നിൽക്കും. കാരണം ഹാർഡ്ലി ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എത്തും. എല്ലാവരും തന്നെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ മെട്രോയിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ. ഹൈഡാപ്പിയൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് പരിചയമുള്ള എൻ്റെ നാട്ടുകാരി ചേച്ചിയാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റെ ആശയും കുഞ്ഞാവുകളും ഇരിക്കുന്നു. അങ്ങനെ എനിക്ക് പരിചയമുള്ളവരാണ് കേട്ടോ ഇവരെല്ലാവരും തന്നെ. ബിസ്മി ചേച്ചി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ നാട്ടുകാരിയാണ് ചേച്ചിയും ഞങ്ങൾ ഫുജേറിയ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ തീരുവ. ഞങ്ങളുടെ കാറിൽ പോയി എത്തും, ഞങ്ങൾ വീട്ടിൽ പോവാം. ബൈ, സീ യു.